നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ആരാണുള്ളത്? നിങ്ങളുടെ ജീവിതയാത്രകൾ നിങ്ങളെ സഹായമായിട്ട് നിങ്ങൾക്ക് ആരെ കൂട്ടാം? നോക്കിയാലോ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആരെ പറ്റിയാണ്. ഞാൻ നിങ്ങളെ സ്വന്തം ജിജി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ കൂടെ വലിയൊരു കൂട്ട ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ, നമ്മൾ തുടങ്ങി വെച്ച യാത്ര നമ്മൾ ഒറ്റയ്ക്കാണ്, അല്ലേ? ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. എന്നാൽ നമ്മോടൊപ്പം നമ്മുടെ ദൈവം നമ്മളും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പലരായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വൈഫ്, അങ്ങനെയൊക്കെ പലരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇവരിൽ പലരും നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം ലക്ഷ്യസ്ഥാനത്തെത്തുവാനുള്ള നമ്മുടെ ഒരു ജേർണിയാണ്, നമ്മുടെ ഒരു യാത്രയാണ്. ആ യാത്രയെ നമ്മൾ തന്നെ പൊരുതിയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ കൂടിയവർ പലരും ഇടയ്ക്ക് വെച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന്? നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ അവർ നിങ്ങളെ കാണാതെ കടന്നുപോയിട്ടുണ്ടോ എന്ന്? അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണ്. നമ്മുടെ യാത്രയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിനിടയിൽ ആ ജേർണിയിൽ അല്ലെങ്കിൽ ആ യാത്രയിൽ നമ്മൾ പലരെ കണ്ടുമുട്ടിയെന്ന് വരാം. അതിൽ പലരും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് നമ്മൾ കരുതിയിരിക്കാം. ചിലർ നമ്മോട് കൂടെ കൂടുന്നത് നമ്മളെ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ ചിലർ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ദുഃഖം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു താഴ്ന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു തളർച്ച ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരെ കാണുവാൻ കഴിയുകയില്ല. എന്നാൽ ചിലർ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കാലിൽ ചവിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ പിടിച്ച് നമ്മളെ വലിച്ചെന്ന് വരാം. അവിടെ ഒന്നും നമ്മൾ പതറിപ്പോവാൻ പാടില്ല. അപ്പോഴേക്കും നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഇത് എൻ്റെ മാത്രം യാത്രയാണ്, എനിക്കാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ടതെന്ന്. ചിലർ നമ്മളോട് നന്ദികേട് കാണിച്ചേക്കാം, ചിലർ നമ്മളെ ചൂഷണം ചെയ്യുവാൻ തയ്യാറായേക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെയും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. നമ്മൾക്ക് വരുന്ന ഓരോ പ്രതികൂലങ്ങളും നമ്മുടെ ഓരോ ലെസൺസാണ്. ആ ലെസൺസിൽ നമ്മൾ എക്സ്പീരിയൻസ് എടുക്കുക, അതിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോവുക. എന്ത് ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ മാത്രം ജീവിതമാണ്, നമ്മുടെ മാത്രം ലക്ഷ്യമാണ്, അത് നമ്മളാണ് നേടിയെടുക്കേണ്ടത്. അതിൻ്റെ അവകാശം മറ്റാരും കൈവശപ്പെടുത്തുവാൻ ഇടയാകുകയില്ല. കാരണം ആരും നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. നമ്മുടെ ജീവിത വിജയത്തിൽ എത്തുന്നത് വരെയും നമ്മൾ തന്നെ പൊരുതിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരെയും നിങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് പല പാഠങ്ങൾ പഠിക്കാം. ആരെ നമുക്ക് കൂടെ നിർത്താം, ആരെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും, ആരോട് നമുക്ക് നമ്മുടെ രഹസ്യങ്ങളൊക്കെ പറയാൻ പറ്റും, ആരെ നമുക്ക് വിശ്വസിക്കാമെന്നത്. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന രണ്ടേ ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അത് നമ്മൾ തന്നെയാണ്. നമ്മളോടാണ് നമ്മൾക്ക് ആദ്യമായിട്ട് വിശ്വാസം ഉണ്ടാകേണ്ടത്. പിന്നെ നമ്മുടെ ദൈവത്തോട്. നമ്മുടെ ദൈവം നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മളെ ഭൂമിയിലേക്ക് ദൈവം വിടുമ്പോൾ നമ്മളെ വളരെ യുണീക്കായിട്ടാണ് കർത്താവ് വിട്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും അതിൻ്റെ ആ മഹിമ മനസ്സിലാക്കാതെ നമ്മൾ മുമ്പോട്ട് പോകും. പലരെയും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ കൂടെ കൂട്ടും. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവരൊക്കെയും നമ്മളെ ഒറ്റപ്പെടുത്തി കടന്നു പോകാം. നമ്മൾ സഹായിച്ചവര് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ, അവർ നമ്മുടെ കൂടെ കാണുമെന്നൊക്കെ അല്ലേ. എന്നാൽ പലപ്പോഴും നമുക്കത് നിരാശയല്ല തന്നിട്ടുള്ളത്. നമ്മളെ സ്നേഹിക്കും അല്ലെങ്കിൽ നമ്മളെ കരുതും എന്ന് കരുതി നമ്മൾ പലരെയും സഹായിച്ചിട്ടുണ്ടാകാം. അവരൊരു നന്ദി നമ്മളോട് കാണിക്കുമല്ലോ. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നത് നന്ദികേട് മാത്രമാണ്. എന്നാൽ നമ്മളെ മുതലെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ കൂടെ കൂടുന്നവരെ നമ്മൾ തിരിച്ചറിയുവാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ആത്മാർത്ഥമായ ഒരു ബന്ധത്തിൽ, ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ബന്ധത്തിലോ അവരെ കൂട്ടാൻ പാടുള്ളതല്ല. കാരണം വീണ്ടും അവർ നമ്മളെ ചതിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് പറ്റുന്ന വലിയൊരു തെറ്റ്, വീണ്ടും അവർ നമ്മളോട് സ്നേഹം കാണിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും നമ്മളോട് അവർ അടുത്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും അവരെ സഹായിക്കും, വീണ്ടും അവരെ സ്നേഹിക്കും. അല്ലെങ്കിൽ എൻ്റെ വിജയത്തിൽ, എൻ്റെ ഉയർച്ചയിൽ അവർ സന്തോഷിക്കുമെന്ന് പലപ്പോഴും നമ്മൾ വെറുതെ വ്യാമോഹം കൂട്ടിപ്പോവും, അല്ലേ? പക്ഷെങ്കിൽ ഒരിക്കലും അങ്ങനെ ആരും നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. ഒരു പക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാർ മാത്രം നമ്മോടൊപ്പം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, വൈഫ് നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മുടെ കഷ്ടതയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം.
നമ്മളൊന്ന് ഓർക്കുക, നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മൾ പൊരുതിയേ പറ്റൂ, അല്ലേ? അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ, നമ്മൾ ശ്രമിക്കുന്നത് പോലെ വേറെ ആരെങ്കിലും ചെയ്യുമോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മുമ്പോട്ടുള്ള ജീവിതയാത്ര നമ്മൾ ഒറ്റയ്ക്കാണ്, അത് എനിക്ക് ചെയ്തു തീർത്തേ മതിയാകൂ എന്നുള്ള ചിന്തയോടുകൂടെ മുമ്പോട്ട് പോവുക. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേർഷൻ നമ്മൾ കൊണ്ടുവരിക, ഏറ്റവും നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനിടയിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും, അല്ലെങ്കിൽ അതിനിടയിൽ ആരെല്ലാം നമ്മളോട് നന്ദികേട് കാണിച്ചാലും, ആരെല്ലാം നമ്മളോട് വിശ്വാസവഞ്ചന കാട്ടിയാൽ നമുക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, ഞാനത് നേടിയെടുക്കും, എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ളതായ ആ ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്സിലെത്തുവാൻ കഴിയുള്ളൂ. ഒരു താഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഉയർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു പക്ഷെ നമ്മുടെ കൂടെ നിന്നവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി കടന്നു പോയേക്കാം. അവരൊക്കെ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ കാണാതെ, അല്ലെങ്കിൽ നമ്മളിത് മറിഞ്ഞു പോയേക്കാം. എന്നാലും സാരമില്ല, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മളതിനൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചയിൽ എത്തിച്ചേരാൻ തന്നെ കഴിയും. അപ്പോൾ ഒന്നോർക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ മാത്രമാണ് നമുക്കുള്ളത്, നമ്മുടെ ദൈവവും. ഈ ഒരു വിശ്വാസത്തോടുകൂടി, ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ സക്സസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെയും ഗോഡ് ബ്ലെസ് യു.